ഉദുമ നിയുക്ത MLA നീലകണ്ഠനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കൂടി ഉണ്ടല്ലോ. അതിന്റെ വിശദാംശങ്ങൾ പ്രദീപിൽ നിന്ന് ചോദിച്ചറിയാം. പ്രദീപ്, ഇപ്പോൾ ഇന്നിപ്പോൾ പുറത്തു വന്ന ആ ഒരു ചിത്രം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. മുകുൾ വാസ്നിക്കിന്റെ കയ്യിലെ ആ പട്ടിക, അതിലെ പേരുകൾ, അതിലെ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അതിലൊരു കോളം ബ്ലാങ്കായി കിടക്കുന്നു. അത് കെ നീലകണ്ഠന്റെ അഭിപ്രായം രേഖപ്പെടുത്താതെയുള്ള ആ ഒരു ഭാഗമാണ്. അതിലിപ്പോൾ പ്രതികരണങ്ങൾ വന്നു. അത് കാര്യമായി തന്നെ വളരെ ഗൗരവമായി അദ്ദേഹം കാണുന്നു എന്നുള്ളതാണ് പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, പ്രവിത, ഇന്ന് രാവിലെയോടുകൂടി തന്നെയാണ് ഉദുമ നിയുക്ത MLA കെ നീലകണ്ഠന്റെ അഭിപ്രായം, ആര് മുഖ്യമന്ത്രിയാകണമെന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയ ഷീറ്റിൽ അത് ആ കോളം ബ്ലാങ്കായി ഇട്ടിരിക്കുന്നതിനെ തുടർന്നുള്ള ചർച്ചകൾ വന്നത്. എന്നാൽ നീലകണ്ഠൻ അതിനെ തള്ളുകയാണ്. ആ ചിത്രം എന്തെന്ന് തനിക്കറിയില്ല, പക്ഷേ ജനവികാരത്തിനൊപ്പമാണ് താൻ. തൻ്റെ നിലപാട് കൃത്യമായി ഹൈക്കമാൻഡ് പ്രതിനിധികളെ അറിയിച്ചു. അതായത് ജനവികാരത്തിനൊപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിലാകെ കാണുന്നതാണ്. ആ ജനവികാരമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് VD സതീശനൊപ്പമാണ് എന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഈ ചിത്രത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും പേപ്പറാണോ എന്നതിനെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയില്ല. എന്തായാലും അദ്ദേഹം അജയ് മാക്കനും മുകുൾ വാസ്നിക്കിനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, AICC പ്രതിനിധികൾക്ക് അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. തൻ്റെ നിലപാട് സുവ്യക്തമാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് മുഖ്യമന്ത്രി ആര്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആര് എന്നത് തന്നെയാണ്. അതിൽ ഇന്ന് പത്രം പുറത്തു വന്നപ്പോൾ അതിൽ കെ നീലകണ്ഠന്റെ പേരിനൊപ്പമുള്ള കോളം ബ്ലാങ്കായി വന്നു എന്നതാണ് ഏറെ ചർച്ചയായത്. പ്രജിൻ, പ്രവിത. ശരി, പ്രദീപ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.